അങ്ങനെ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പേജിന്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ വന്നിട്ട് നമുക്ക് ആഡ് ഫോട്ടോ കൊടുത്ത് നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടുത്തെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഹൈജീൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ബേസിക് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ഇനി നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് അതെന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഓക്കെ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബയോ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പേജ് സെറ്റപ്പ് ചെയ്തപ്പോൾ ഒരു ബയോ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ബയോ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എഡിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട് ഇൻഫോർമേഷൻസ് എഡിറ്റ് ചെയ്യാം. അത് കണക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സോഷ്യൽ ലിങ്ക്സ് ഉണ്ടെങ്കിൽ സോഷ്യൽ ലിങ്ക്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ അവിടെ അപ്ഡേറ്റ് യുവർ ഇൻഫോ എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ കണ്ടോ, ഇവിടെ ഇപ്പം നമ്മുടെ എബൌട്ട് സെക്ഷൻ മോഡിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കാറ്റഗറീസ് വേണമെങ്കിൽ നമ്മൾ ചെയ്തപ്പോഴുള്ള കാറ്റഗറീസ് എല്ലാം മാറ്റി കൊടുക്കാം. കോൺടാക്ട് ഇൻഫോ കൊടുക്കാം. സോഷ്യൽ ലിങ്ക്സ് നമുക്ക് യൂട്യൂബ് അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം, അതേപോലെ ലിങ്ക്ഡിൻ, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് മറ്റ് ബേസിക് ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് റേഞ്ചിൽ ആഡ് ചെയ്ത് കൊടുക്കാം, സർവീസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് നമ്മുടെ കാറ്റഗറി, കോൺടാക്ട് ഇൻഫോ, നമ്മുടെ സോഷ്യൽ ലിങ്ക്സ്, ബേസിക് ഇൻഫോ ആയിട്ടുള്ള നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ അത്ര നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ. വർക്ക് എഡ്യൂക്കേഷൻ അതൊന്നും ആവശ്യമില്ല. പിന്നെ ഡീറ്റെയിൽസ് അബൌട്ട് യു എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വേറെ ഇപ്പം ഇതൊക്കെ നമ്മുടെ ഒരു പഴയൊരു പ്രൊഫൈലിന്റെ സ്ട്രക്ചറാണ്. നമ്മൾ പണ്ടൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്കിപ്പം ഒരു പേജിലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്നും നമുക്ക് അത്ര മാൻഡേറ്ററി അല്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിൽ വന്നു. ഇനി ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇതാണ് ഈ ഡാഷ്ബോർഡിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ കണ്ടോ വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം എന്തൊക്കെ ഇപ്പോ നമുക്ക് റീൽസ്, ഇപ്പം ഫേസ്ബുക്കിന്റെ റീൽസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് റീൽസ് ഇടാം. ജസ്റ്റ് ഫോട്ടോയോ വീഡിയോ ആണെങ്കിൽ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ലൈവ് പോകണമെങ്കിൽ അതും ഇവിടെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒരു പോസ്റ്റ് ആണ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആദ്യം ഞാനൊരു ഡിസ്ക്രിപ്ഷൻ, ഇപ്പം ഞാനൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ആഡ് ഫോട്ടോ കൊടുത്തു. അവിടുന്ന് ഞാൻ ഒരു ഫോട്ടോ, ഒരു പോസ്റ്റ്, ഒരു ക്രിയേറ്റീവ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താണ് എന്റെ പോസ്റ്റ്, അപ്പൊ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് അല്ലെങ്കിൽ വീഡിയോ എന്താണെന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യുന്നത്. ചിലപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിനോ സർവീസിനെ കുറിച്ച് നമുക്കൊരു ക്രിയേറ്റീവിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കീവേഡ് ഒപ്റ്റിമൈസ്ഡ് കോണ്ടന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരാൾ വന്ന് നമ്മുടെ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ നമ്മുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ ഒക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ ആ പറയുന്ന കീവേഡ്സും ഈ പറയുന്ന കോണ്ടന്റിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിൽ ഉണ്ടായിരിക്കണം. അപ്പം ഈ പറയുന്ന ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സെർച്ച് ടേംസുകൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുമ്പോൾ നമ്മളെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻസ് കുറെ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇപ്പൊ നമ്മൾ ഈ പോസ്റ്ററോ വീഡിയോ കണ്ടിട്ട് അയാൾക്ക് എങ്ങനെയൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ലൊക്കേഷൻസ് കൊടുക്കാം, നമ്മളെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാം, നമ്മുടെ ഇത് മറ്റ് സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഫോൺ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഡിസ്ക്രിപ്ഷൻ ഒരു ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഞാൻ എക്സാമ്പിൾ ഞാനൊരു ചാറ്റ് GPT ഉപയോഗിക്കണം. അപ്പൊ എനിക്ക് കുറച്ച് ടൈം ലാഭിക്കണം. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് GPT ഉപയോഗിച്ച് ചാറ്റ് GPTയോട് നമുക്ക് ചോദിക്കാം ഒരു ഈ പ്രോഡക്റ്റ് നമ്മുടെ ഒരു ക്രിയേറ്റീവ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു ക്രിയേറ്റീവ് ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് അതിനൊരു സോഷ്യൽ മീഡിയ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പം ചാറ്റ് GPT എന്നെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് ചെയ്തു തന്നു. കണ്ടോ, അപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടോ, അല്ലെങ്കിൽ സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ അതേ ഡിസ്ക്രിപ്ഷൻ തന്നെ കോപ്പി ചെയ്തു. ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ചാറ്റ് GPT വന്നിട്ട് ചാറ്റ് GPTയുടെ ഇന്റർഫേസ് ആണ്, പലർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ അറ്റാച്ച് ഫയലിൽ എന്റെ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടറിൽ നിന്ന് എന്റെ ഒരു ക്രിയേറ്റീവ് ഞാൻ ഡിസൈൻ ചെയ്ത ക്രിയേറ്റീവ് അപ്ലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോംപ്റ്റ്, ഇപ്പം സിമ്പിൾ ആയിട്ടൊരു പ്രോംപ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. റൈറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസ്ക്രിപ്ഷൻ ഫോർ
ദിസ് ക്രിയേറ്റീവ് ഞാൻ എബോ കൊടുത്തേക്കുന്ന ക്രിയേറ്റീവിന്റെ ഡിസ്ക്രിപ്ഷൻ എനിക്ക് തരിക എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഓക്കെ, എന്റെ ഇംഗ്ലീഷ് കോണ്ടന്റ് ആണ്, വളരെ വളരെ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ എനിക്ക് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് തന്നേക്കുന്നത്. അപ്പൊ ഞാൻ അത് തന്നെ അങ്ങ് എടുക്കുവാണ്. ഓക്കെ, എടുത്ത് കോപ്പി ചെയ്തു, നേരെ കൊണ്ടുവന്ന് ഞാൻ എന്റെ പോസ്റ്റിലിട്ടു. കണ്ടോ, കാരണം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടി. കണ്ടോ, നമ്മൾ പോസ്റ്റിൽ കൊടുത്ത കാര്യങ്ങൾ തന്നെ ഇവിടെ എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എങ്ങനെയൊക്കെ ഇപ്പം ഫിസിക്കൽ ലൊക്കേഷൻ ഏതാണ്, നമ്മളെ കോൺടാക്ട് ഇമെയില്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഹാഷ്ടാഗുകളുടെ റിലവൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോയോ ബന്ധപ്പെട്ട വളരെ മാച്ചിങ് ആയിട്ടുള്ള ഹാഷ്ടാഗാണോ നോക്കണം. കാരണം ഇവര് ഈ പറയുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും തരുന്നത്. ഇത് നമ്മൾ അതിന്റെ വോളിയം ഒക്കെ ചെക്ക് ചെയ്ത് അത്യാവശ്യം ട്രെൻഡിങ് ആണോ, ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഹാഷ്ടാഗുകൾ ഫൈനലൈസ് ചെയ്യാൻ. ഇതിനകത്ത് നമ്മൾ ഹാഷ്ടാഗ് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഹാഷ്ടാഗിന്റെ വോളിയം കാണാൻ പറ്റും. കണ്ടോ, എത്ര പേര് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ 3.2 മില്യൺ പോസ്റ്റുകൾ, ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഇത്രയും മില്യൺ പോസ്റ്റുകൾ ആളുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഹാഷ്ടാഗിന്റെ വോളിയംസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഹാഷ്ടാഗുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തു, ഹാഷ്ടാഗുകൾ കൊടുത്തു. ഹാഷ്ടാഗുകൾ കൊടുക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇതേപോലെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ, നമ്മളെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് സർവീസ്, ഇപ്പൊ എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇഗ്നോസിസ് COP എന്ന് പറയുന്നതാണ് എന്റെ പ്രോഡക്റ്റിന്റെ നെയിം. അതൊരു പ്രോഡക്റ്റിന്റെ നെയിമാണ് അവർക്കുള്ളത്. അതൊരു കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ബാങ്കിങ് സൊല്യൂഷൻ ആണ്. അപ്പം ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ബ്രാൻഡ്, ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് നെയിം ഏതാണോ അതിനെയും നമ്മൾ ഹാഷ്ടാഗുകളായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഒരു 3 ടൈപ്പ് ഹാഷ്ടാഗുകളാണ് നമ്മളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ആഡ് ചെയ്തു, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ബട്ടൺസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ ടാഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ചെക്ക് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ടാഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏത് ലൊക്കേഷനാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ഇൻ കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിത് ട്രിവാൻഡ്രം സെർച്ച് ചെയ്യാണ്. ഉണ്ടോ, ട്രിവാൻഡ്രം എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ടാഗ് ചെയ്യാൻ പറ്റും. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ബട്ടൺസ്, ഇപ്പൊ ഞാൻ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ, ഗെറ്റ് വാട്സപ്പ് മെസ്സേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റിന് തൊട്ട് താഴെയായിട്ട് ഒരു ബട്ടൺ കൂടെ വരും. അപ്പോൾ എന്റെ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഒരാൾ നോക്കുമ്പോൾ അയാളെ തൊട്ട് താഴെ ഒരു വാട്സപ്പ് ബട്ടൺ ഉണ്ടാവും, മെസ്സേജ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പൊ ഈ പോസ്റ്റ് കണ്ട അയാൾക്ക് ആ ബട്ടൺ വഴി ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റ്, നോർമൽ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോസ്റ്റ് ഇപ്പം സ്കെഡ്യൂള് യുവർ പോസ്റ്റ് ഫ്രം മെറ്റ ബിസിനസ് സ്യൂട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇതിന്റെ മെറ്റ ബിസിനസ് സ്യൂട്ട് പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു പോസ്റ്റ്, ഇപ്പം നമുക്ക് ഇതിപ്പോ ലൈവായിട്ട് ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് പിന്നീട് ഒരു സമയത്തേക്ക് എങ്ങനെ ഒരു കോണ്ടന്റ് സ്കെഡ്യൂൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ട് ജസ്റ്റ് പരിചയപ്പെടുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് പബ്ലിഷ് ആവും. അങ്ങനെ നമുക്ക് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പം എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഇതുണ്ടോ, ഒരു ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എനേബിൾ ചെയ്ത് പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇതെന്ത് ചെയ്യും, നമുക്ക് ഇട്ട ഉടനെ ഇതിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഓർഗാനിക് ആയിട്ട് അതിന് റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റുകൾ ആരെങ്കിലും സെർച്ച് ചെയ്യണം, അതേപോലെ ആളുകളായിട്ട് റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് ഷെയർ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഗാനിക് ആയിട്ട് ഈ കോണ്ടന്റിന് റീച്ച് കിട്ടുക. ഇനി ഇവർ ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഇത് ഫ്രണ്ട് എൻഡ് ബൂസ്റ്റിംഗ് എന്നാണ് നമ്മൾ പൊതുവെ ഇതിനെ പറയുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇത് അവര് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ഈ പറയുന്ന പേജ് ബൂസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. കഴിവതും നമ്മൾ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഒരിക്കലും ഫ്രണ്ട് എൻഡ് ബൂസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റ ആഡ്സ് മാനേജർ വഴിയുള്ള പ്രൊമോഷൻസ് ആണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ്. ഇപ്പൊ ജസ്റ്റ് പറയുവാണെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനൊക്കെ മെസ്സേജ് അതുപോലെ അല്ലെങ്കിൽ ലീഡ് പോലെ ഏതെങ്കിലുമൊക്കെ ഗോൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെറിയ ഇൻട്രസ്റ്റും ബഡ്ജറ്റൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ ഈ ബൂസ്റ്റിംഗ് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ലീവ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്.